മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകന് സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അയൽവാസികളായ പെണ്ണുങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ, അല്ലെങ്കിൽ പടച്ചവനെ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ, എവിടെയെങ്കിലും ജനങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവിടെ ഇരുന്നു കൊണ്ട് ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ കഥ പറയുന്നവരുണ്ടല്ലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കുന്നവരുണ്ടല്ലോ. ഈ ചരിത്രം നിനക്ക് പഠിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. സ്വർഗ്ഗത്തെ കുറിച്ചാണ് പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബാ, സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ സഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് ചോദിക്കുന്നത്, സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബികൾ അത്ഭുതപ്പെടുകയാണ്. അത് ഞാനായിരിക്കും, അത് ഞാനായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ആരെയായിരിക്കും കാണിക്കുന്നത്? എല്ലാവരും ആകാംക്ഷയോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ പ്രവാചകൻ പറയുന്നു, സ്വഹാബാ, ഇനി ഈ പള്ളിയിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന മനുഷ്യനെ നോക്കിക്കോ. ഇനി ഈ പള്ളിയുടെ കവാടത്തിലൂടെ ആദ്യമായിട്ട് കടന്നു വരുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എല്ലാവരും പള്ളിയുടെ കവാടത്തിൽ നോക്കിയിരിക്കുകയാണ്. ആരാണ് പടച്ചവര്? ആദ്യമായിട്ട് ഈ പള്ളിയിലേക്ക് കയറി വരുന്ന ഭാഗ്യവാനാരാ? ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് മുത്തുനബി പറഞ്ഞിരിക്കുകയാ. എല്ലാവരും പള്ളിയുടെ കവാടത്തിൽ നോക്കുമ്പോ ആരാ കടന്നു വരുന്നതെന്നറിയുമോ? ഒരു പ്രായം ചെന്ന സ്വഹാബിയാ, ഒരു പ്രായം ചെന്ന സ്വഹാബിയാ. പടച്ചവനെ കേറി വരുന്ന രംഗം എങ്ങനെയെന്നറിയുമോ? ഒരു കയ്യിൽ ഇങ്ങനെ ചെരുപ്പ് വിളിച്ചിട്ടുണ്ട്, ഒതുവെടുത്തിട്ട് ഇങ്ങനെ കേറി വരികയാണ്. പടച്ചവനെ സ്വഹാബികൾ അവിടെ അത്ഭുതത്തോടു കൂടി നോക്കുകയാ. രണ്ടാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതുപോലെ ഇരിക്കുമ്പോ അവിടെ ചോദിച്ചു, സ്വഹാബാ, സ്വർഗ്ഗത്തിന്റെ അവകാശിയെ കാണണോ സഹാബാ? ഈ പള്ളിയുടെ കവാടത്തിൽ ആദ്യം വരുന്ന മനുഷ്യനാണ് സഹാബാ. എല്ലാവരും പള്ളിയുടെ കവാടത്തിൽ നോക്കിയിരിക്കുമ്പോ ഇന്നലെ വന്ന അതേ മനുഷ്യരാ കയ്യിൽ ചെരുപ്പ് പിടിച്ചുകൊണ്ട് കടന്നു വരുന്നത്. എല്ലാവരും അവിടെ നിന്ന് കാണുകയാണ്. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബത്തേ, സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യനിപ്പ കടന്നു വരുമോ സ്വഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ഇങ്ങനെ പള്ളിയുടെ വാതിലിൽ നോക്കിയിരിക്കുകയാണ്, പള്ളിയുടെ വാതിലിലേക്ക് നോക്കിയിരിക്കുകയാണ്. പടച്ചവനെ, മൂന്നാമത്തെ ദിവസം കടന്നു വന്നതാരെന്നറിയുമോ? ആ പ്രായം ചെന്ന മനുഷ്യനാ. സ്വഹാബികൾക്ക് അവിടെ നിന്ന് വല്ലാത്ത അത്ഭുതമായി. എത്ര വലിയ ഭാഗ്യവാനാണ്, എത്ര വലിയ ഭാഗ്യവാനാണ് ഈ മനുഷ്യൻ! എന്ത് നന്മയാണ് ചെയ്യുന്നത്! അവസാനം അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ സ്വഹാബികൾ ഓടുകയാ. സ്വഹാബി അവിടെ നിന്ന് കൂടെ പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങളുടെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുകയാ. നിങ്ങൾ എന്ത് നന്മയാണ് ചെയ്യുന്നത്? പ്രത്യേകമായിട്ട് വല്ല ദിക്റുകളും പറയാറുണ്ടോ? പ്രത്യേകമായിട്ട് വല്ലതും നിസ്കരിക്കാറുണ്ടോ? പ്രത്യേകമായിട്ട് വല്ലതും നിങ്ങൾ ഓതാറുണ്ടോ? നിങ്ങൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സദഖ കൊടുക്കാറുണ്ടോ? നിങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം എന്താ?
ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഒരുപാട് സമ്പത്ത് കൊടുക്കാൻ എന്റെ കയ്യിൽ പണമില്ല, ഞാനൊരു പാവപ്പെട്ടവരാണ്, എന്റെ കയ്യിൽ അമലുകൾ കുറവാണ്. പക്ഷേ എനിക്ക് അല്ലാഹു സ്വർഗം തന്നിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സ്വർഗം കിട്ടാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു സൽക്കർമ്മം എന്തെന്നറിയുമോ? ഈ ദുനിയാവിൽ എനിക്കൊരാളോടും വെറുപ്പുള്ള, ഈ ദുനിയാവിൽ ഒരാളോടും എനിക്ക് ദേഷ്യമില്ല, ഒരാളോടും എനിക്ക് വൈരാഗ്യമില്ല, ഒരാളും നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല, എല്ലാവരും നന്നാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാളോടും എനിക്ക് വൈരാഗ്യമില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് അല്ലാഹു ഈ പ്രതിഫലം തന്നതെന്ന് ആ മനുഷ്യരപടന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അങ്ങനെ ഒരു മനസ്സാണ് നിനക്ക് വേണ്ടത്. ഒരാളോടും നീ അസൂയ വെക്കരുത്, ഒരാളോടും നിനക്ക് കുശുമ്പ് തോന്നരുത്, ഒരാളെയും നീ നാണം കെടുത്തരുത്, ഒരാളെയും നീ പരിഹസിക്കരുത്, ഒരാളെയും നീ കളിയാക്കരുത്, ഒരാളുടെ കുറ്റവും നീ പറയരുത്, ഒരാളുടെ ജീവിതവും നീ നശിപ്പിക്കരുത്. കാരണം നിനക്കതിനുള്ള അവകാശമില്ല. ഒരാളെ കുറ്റപ്പെടുത്താ, ഒരാളെ നാണം കെടുത്തോ, ഒരാളുടെ പരാതി പറയാ, എടാ ചെറുപ്പക്കാരാ, നിനക്ക് അവകാശമില്ല. കാരണം ഞാൻ ചെയ്താൽ അല്ലാഹു എന്നോടേ ചോദിക്കൂ, ഒരിക്കലും നിന്നോട് അല്ലാഹു ചോദിക്കില്ല. നീ ചെയ്താൽ അല്ലാഹു നിന്നോടേ ചോദിക്കൂ, ഒരിക്കലും എന്നോട് അല്ലാഹു ചോദിക്കാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നാവിനെ സൂക്ഷിക്കട്, അപവാദങ്ങളെ സൂക്ഷിക്കട്, പരിഹാസങ്ങളെ സൂക്ഷിക്കട്, കളിയാക്കുന്നതിനെ സൂക്ഷിക്കട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നീ വേദനിപ്പിക്കല്ലേ. ഒരാളെ നീ വേദനിപ്പിച്ചാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു നിന്നെ കൈവിടുകയാ. പിന്നെ നീ നരകത്തിന്റെ അവകാശിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ജനങ്ങളെ കൂടുന്ന സമയത്ത് പലതും ചർച്ച ചെയ്യാ. നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ, ഇല്ലെങ്കിൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമെന്ന് മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അഞ്ചാമത്തെ കാര്യമെന്താ? കാര്യമെന്താ? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. 11 മണിയാകാ പോകുകയാണ്. മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു ഈ 4 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് പിന്നെ പറഞ്ഞ 4 കാര്യങ്ങൾ ഏതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രസംഗം നിർത്തുകയാ. പിന്നെ പറഞ്ഞത് 4 കാര്യങ്ങളാണ്. അതിലെ 2 കാര്യം ഏതെന്നറിയുമോ? രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കല്ലേ. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു നിമിഷം പോലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത 2 കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും അത് മറന്നു പോകരുത്. ഒരു നിമിഷം പോലും നിങ്ങൾ മറന്നു പോകരുത്. ഈ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ ഒരു നിമിഷം പോലും നിങ്ങൾ മറക്കല്ലേ. നിങ്ങൾ ഓർത്തു വെക്കണേ ചെറുപ്പക്കാരാ. മോനെ, 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്ന ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവസാനമായി നിന്നോട് പറയുകയാ, ഈ പറയുന്ന 2 കാര്യമുണ്ടല്ലോ, ഒരു നിമിഷം പോലും നീ മറക്കല്ലേ. മറക്കല്ലേ പെങ്ങള്, ഒരു നിമിഷം പോലും ഈ പറയുന്ന കാര്യം നീ മറന്നു പോകരുത്. നീ ഓർത്തുകൊണ്ട് നടക്കണ്, നീ ഓർമ്മ വെച്ചുകൊണ്ട് നടക്കണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാ, 2 കാര്യങ്ങൾ ഓർക്കല്ലേ. ജീവിതത്തിൽ പടച്ചവര് ഈ പറയുന്ന 2 കാര്യങ്ങൾ നീ മറന്നു കളയട്.
ഓർത്തു വെക്കാ പാടില്ല. രണ്ട് കാര്യങ്ങൾ നീ മറന്നു കളയണം. ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നീ മറക്കണ്. ഒരാളോടും നീ പറയല്ലേ, നീ ഓർത്തു വെക്കല്ലേ, നീ മറന്നു കളയടേ. രണ്ട് കാര്യങ്ങൾ ഒരു നിമിഷം പോലും കളയാതെ ഓർത്തു വെക്കണം. രണ്ട് കാര്യങ്ങൾ ഒരു നിമിഷം പോലും കളയാതെ മറന്നു കളയണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അല്ലാഹുവേ, മറക്കാൻ പറഞ്ഞ കാര്യം മറക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഓർക്കാൻ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ മരിക്കുന്ന സമയം വരെ, മരിക്കുന്ന അവസാന നിമിഷം വരെ ഓർത്തു വെക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തന്നു, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കല്ലേ. എപ്പോഴും ഓർത്തു വെക്കാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനവറുകൾ അവിടുന്ന് പറയുകയാ, ഓരോ നിമിഷവും ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഓരോ നിമിഷവും ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഞാൻ മരിക്കുമല്ലോ അല്ലാ, ഞാൻ മരിക്കുമല്ലോ അല്ലാ, ഞാൻ മരിക്കുമല്ലോ അല്ലാ. ഓർക്കണമടാ ചെറുപ്പക്കാരാ, ഓർക്കണമടാ ചെറുപ്പക്കാരാ, ഒരു നിമിഷം പോലും നീ അത് മറന്നു പോകരുത്. ഒരു നിമിഷം പോലും ഈ സദസ്സിലിരിക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, ഒരു നിമിഷം പോലും നീ അത് മറക്കല്ലേ. മരണം നിന്റെ കൂടെയുണ്ട്. ഏത് നിമിഷവും മലക്കുൽ മൗത്ത് അസ്റായീൽ, ആ മലക്ക് നിന്റെ ചാരത്ത് വരുമല്ലോ. അതുകൊണ്ട് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ 24 മണിക്കൂർ ഓരോ സെക്കൻഡിലും നീ ഓർക്കണമല്ലാ, ഞാൻ മരിക്കുമല്ലോ അല്ലാ. നീ ഓർത്തുകൊണ്ട് നടക്കണേ എന്ന് മഹാൻ പറഞ്ഞു തന്നത് വെറുതെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചറപ്പിന്റെ ദീനിനു വേണ്ടി പോരാടി വീരമത്യം ഭരിച്ച ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. സയ്യിദ് ശുഹദാഇ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്തിന്റെ പ്രതിഫലം പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പ്രതിഫലം പറയുമ്പോ ഒരു അതാ അല്ലാഹു ഒരു ശഹീദിന് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുകയാണ്. പ്രവാചകൻ ഇത് പറഞ്ഞിട്ട് വീടിന്റെ അകത്ത് കയറി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവേ മുത്തുനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് അങ്ങ് പറയുന്നത് കേട്ട് നബിയേ, ഞങ്ങള് പെണ്ണുങ്ങളാണല്ലോ, ഞങ്ങള് ബലഹീനരാണല്ലോ, ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ലല്ലോ. യുദ്ധക്കളത്തിൽ പോയി യുദ്ധം ചെയ്ത് ഷഹീദാകാൻ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഷഹീദിന്റെ കൂലി കിട്ടുന്ന വല്ല നന്മയുമുണ്ടോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഷഹീദിന്റെ കൂലി വേണോ? ഷഹീദിന്റെ കൂലി വേണോ? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ആയിഷ, ഒരു ദിവസം 20 പ്രാവശ്യം, ഒരു ദിവസം 20 പ്രാവശ്യം അല്ലാഹുവേ
ഞാൻ മരിച്ചു പോകുമല്ലോ അല്ലാ, ഞാൻ മരിക്കുമല്ലോ അല്ലാ. 20 പ്രാവശ്യം ഇന്നത്തെ ദിവസം ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ പാതിരാത്രി 11 മണിയായല്ലോ. ഈ 11 മണിയുടെ ഇടയിൽ നിങ്ങൾ ആരെങ്കിലും 20 പ്രാവശ്യം അല്ലാ ഞാൻ മരിച്ചു പോകുമല്ലോ അല്ലാ, ഇന്ന് മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി നീ മരിച്ചാ നിനക്ക് നാളെ ശുഹദാക്കളുടെ കൂലിയാ. എന്റെ പ്രിയമുള്ളവരെ, ആരാ 20 പോയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാരാ? മരണത്തെക്കുറിച്ച് പറയുന്നത് പോലും പേടിയാ. മരണ വീട്ടിൽ പോകാ പേടിയാ. എല്ലാവർക്കും മരണത്തെക്കുറിച്ച് വല്ലാത്ത പേടിയാണ്. അല്ലാഹുവേ, അതിനെക്കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ലല്ലോ. മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോലും ഇഷ്ടമല്ല. പിന്നാണ് മരണത്തെക്കുറിച്ച് ഓർക്കുന്നത്. ഇന്നത്തെ ദിവസം 20 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം 20 പ്രാവശ്യം മരിക്കുമെന്ന് ആര് ഓർക്കുന്നുണ്ടോ അവന് നാളെ ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഇന്നത്തെ ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഈ സമയം വരെ അള്ളാനെ സാക്ഷി നിർത്തിയിട്ട് പറ, ഒരു വട്ടമെങ്കിലും മരണത്തെ കുറിച്ച് ഓർത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. അഞ്ചു പേര് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പെണ്ണുങ്ങളൊന്ന് കൈവക്കിക്കേ. ഒരു വട്ടം മരണത്തെ കുറിച്ച് ഓർത്ത ആരെങ്കിലും അവിടെ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കാരണം നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഇഷ്ടമല്ല. എങ്കിലും പറഞ്ഞത് ഒരു നിമിഷം പോലും നീ മറക്കരുതെന്നാ പറഞ്ഞ. കാരണം മരണം നമ്മുടെ കൂടെ അത്ര കൂടെ നടക്കുകയാ. മരണം നമ്മുടെ കൂടെ അത്ര അടുത്ത് നടക്കാം. ഞാൻ ഇന്നിപ്പോ ഇങ്ങോട്ട് പ്രസംഗിക്കാൻ വരുമ്പോ ഇവിടെ അടുത്തൊരു വീട്ടിൽ കയറിയിട്ടാ വന്ന ഒരു സഹോദരി. 10-40 വയസ്സെങ്ങാണ്ട. എത്ര വയസ്സ്? 10-40 വയസ്സുള്ളൊരു സഹോദരി. അള്ളാഹു ആ സഹോദരിയുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിലയുള്ളൂ. ഇത്രയുള്ള ഒരു ആയുസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആരെങ്കിലും ചിരിക്കുന്നത് കണ്ടാ പറയുമായിരുന്നു, എന്തിനാ ചിരിക്കണേ? കുല്ലുംരിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാഖി നഅലിഹി. എടാ ചിരിക്കുന്ന ചെറുപ്പക്കാരാ, കാലി കിടക്കുന്ന ചെരുപ്പി നോക്കടാ. എന്തിനാ പെങ്ങളെ ഇങ്ങനെ ചിരിക്കാ? എന്ത് ചിരിയെന്നറിയോ? എന്തൊരു അട്ടഹാസം! എന്തൊരു ചിരിയും കളിയും തമാശയും കോമഡിയും. ഇങ്ങനെ സുഖിക്കാ. കാലി കിടക്കണ ചെരുപ്പി നോക്കുമോളെ, ആ കാലിന്റെ ചെരുപ്പി കിടക്കണ ആ ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്തു കിടക്കുന്നു, അതുപോലെ നിന്റെ മരണം നിന്റെ കൂടെ കിടക്ക. അത്രയും മരണം നിന്റെ കൂടെ അടുത്തിരിക്കുന്നു. നിനക്കെങ്ങനെ ചിരിക്കാൻ, നിനക്കെങ്ങനെ ആസ്വദിക്കാൻ, എങ്ങനെ സുഖിക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നു? മരണം അത്ര അടുത്ത് നമ്മുടെ കൂടെ നടക്കുകയാ. കാരണം ഞാൻ 2 മണിക്കൂറല്ല, അല്ലെങ്കിൽ നാളെ വഅദ് പറയുന്ന നൗഷാദ് ബക്കബി ഉസ്താദല്ല, ഒരു മനുഷ്യന്റെ വഅദല്ല 2, 3, 5, 10 മണിക്കൂർ വഅദ് കേൾക്കുന്നതിനേക്കാളും നല്ലത് ഒരു മയ്യത്തിന്റെ മുഖത്ത് നോക്കല. ആ മയ്യത്ത് പറഞ്ഞു തരുന്ന ഉപദേശത്തിനേക്കാൾ വലുതൊന്നുമില്ല. നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുമല്ലോ, ഉസ്താദെ കള്ളുകുടി നിർത്തണം, എന്താ വഴി? മോശമായ സ്വഭാവങ്ങളുണ്ട്, നിർത്തണം ഉസ്താദ്, എന്തേ വഴി? എടാ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്ക് നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ. കള്ളു കുടിക്കുന്ന സഹാബി ആയിരുന്നില്ല, വ്യഭിചരിച്ച് നടക്കുന്നവനായിരുന്നില്ല, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന ആ സ്വഹാബി വന്നിട്ട് നബിയെ കുറച്ചുകൂടെ ഒന്ന് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ പറഞ്ഞു, പള്ളിപ്പറമ്പിൽ പോൽ സുനിൽ ഖുബൂർ ഖബർ സിയാറത്ത് ചെയ്യാനാ പറഞ്ഞേ. കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന സഹോദര, നീ കള്ളുകുടി മാറ്റാൻ ഒരു ഹോസ്പിറ്റലിലും പോകണ്ട, നീ പള്ളിപ്പറമ്പിൽ പോ.
നീ പള്ളിപ്പറമ്പിൽ പോയിട്ടൊരു 10 മിനിറ്റ് ബോധമുള്ള സമയത്ത് പള്ളിപ്പറമ്പിൽ പോയി നിന്നിട്ട് ഓരോ ഖബറിന്റെയും ചാരത്തിങ്ങനെ നടന്നു നോക്കടാ. അപ്പൊ നിനക്കറിയാം നിനക്ക് നന്നാകാൻ കഴിയുമോ ഇല്ലയോ എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു കൊടുത്തു, മോനെ തൗബ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. തൗബ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. കാരണം എന്തെന്നറിയോ? മരണം എപ്പോഴാ വരുന്നതെന്നറിയില്ല. ചിലപ്പോ തൗബ ചെയ്യാനുള്ള സമയം പോലും നിനക്ക് കിട്ടാറില്ല. തൗബ ചെയ്യാനുള്ള സമയം പോലും നിനക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് മോനെ, നീ തൗബ ചെയ്യുന്നതിനെ പിന്തിപ്പിക്കാൻ പാടില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നീ തൗബ ചെയ്യണേ. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന് കൊടുത്ത ഉപദേശമാ. അതുകൊണ്ട് പടച്ചവനെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് എനിക്കും പറയാറുള്ളത്, നാളെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മതപണ്ഡിതൻ മഹാനായ നൗഷാദ് വാഖബി ഉസ്താദ് ഇവിടെ വാഴ്ന്നു പറയുമ്പോ, നാളെ ഇരിക്കുന്നവരിൽ എത്ര പേരാണ് നാളെ ഇവിടത്തെ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ആയുസ് തരുന്നതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇവിടെ ഇരിക്കുന്നവർ ഇന്ന് എത്ര പേരാണ് വീടെത്തുന്നതെന്ന് പറയാ. നമ്മളിൽ എത്ര പേരാ ഇന്ന് വീടെത്തുന്നതെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാ. ഇന്ന് നമുക്ക് പടച്ച റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്തിട്ട് പിരിയാ. ഇന്ന് വരെ ചെയ്തത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് ഇവിടുന്ന് തൗബ ചെയ്തിട്ട് നമുക്ക് പിരിയാ. ഈ പോകുന്ന വഴിയിലങ്ങ് മരിച്ചു പോയാ സ്വർഗം വേണ്ടേടാ ചെറുപ്പക്കാരാ. മോനെ, ഈ സദസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിലങ്ങ് നീ മരിച്ചു പോയാൽ നിനക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഇന്ന് ഈ സദസ്സിലിരുന്ന് കൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയത് മുഴുവനും ഏറ്റു പറയൂ. അല്ലാഹുവോട് തൗബ ചെയ്തിട്ട് പിരിയൂ. നിങ്ങളെ നാളെ ചെയ്യാ, നാളെ നന്നാകാ, നാളെ തൗബ ചെയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ തൗബയെ പിന്തിപ്പിക്കല്ലേ. കാരണം എപ്പോ എവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിക്കാം. നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയട്. അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്യട്. തൗബയ്ക്ക് വല്ലാത്ത പ്രതിഫലമാണ്. തൗബയ്ക്ക് വല്ലാത്ത പ്രതിഫലമാണ്. പലർക്കും എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലല്ലോ. അല്ലാഹുവേ, ചില പെണ്ണുങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. പെങ്ങളെ, തൗബ എന്ന് പറഞ്ഞാൽ നിലവിളിയല്ല, വിളിച്ചു കൂവലല്ല, പൊട്ടിക്കരയലല്ല, എന്തെങ്കിലും ഷോ കാണിക്കലല്ല. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അതിലൊരുപാട് മണിക്കൂർ കരയണമെന്നില്ല. ഒറ്റ നിമിഷത്തെ വാക്കാണെങ്കിലും ഇഖ്ലാസോടുകൂടി പറഞ്ഞാൽ അല്ലാഹു നിന്റെ തൗബ സ്വീകരിക്കും. പെണ്ണ്, എന്റെ ചെറുപ്പക്കാരാ, നീ കള്ളു കുടിച്ചത് നീ വിളിച്ചു പറയണമെന്ന് ഞാൻ പറയുന്നില്ലോ. നീ പലിശ തിന്നത് പറയണമെന്ന് പറയുന്നില്ലോ. നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും ആ പാപം അല്ലാഹുവേ ഇവിടെ കിടന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരന്നുകൊണ്ട് വിളിച്ചു പറയണമെന്ന് ഞാൻ പറയുന്നില്ലോ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? ഒരു കഥ പറഞ്ഞു തരട്ടെ, ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നമുക്ക് ദുആ ചെയ്ത് പിരിയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജനങ്ങൾ കടന്നു വന്നിട്ട് പറയുന്നു, മൂസ നബിയേ, മഴയില്ല നബിയേ, മഴയില്ല നബിയേ, കുടിക്കാ വെള്ളമില്ല നബിയേ, എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ് നബിയേ, ഒന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമോ നബിയേ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ തന്റെ അനുയായികൾ മുഴുവൻ
മുഴുവനും വന്ന് പരാതി പറയുമ്പോ അവിടുന്ന് മൂസാ നബി ജനങ്ങളോട് പറയുകയാ, ഒരു ദിവസം ഈ നാട്ടുകാര് മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാറ്. ആ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും മൂസാ നബി പറഞ്ഞ ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് എല്ലാവരും 10,000 ഒരുമിച്ച് കൂടി. എല്ലാവരും ഒരുമിച്ച് കൂടി കിടന്നപ്പോ മൂസാ നബി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, നാഥാ മഴ തരണേ അല്ലാ. മഴയില്ലാതെ ജനങ്ങൾ മുഴുവനും വലിയ പ്രയാസത്തിലാ അല്ലാ. കുടിക്കാ വെള്ളമില്ല റബ്ബേ, നാൽക്കാലികൾ പോലും പ്രയാസത്തിലാണ് റബ്ബേ. നീ മഴ തരണേ അല്ലാ. മൂസാ നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. പക്ഷേ മഴയുടെ അടയാളം കാണുന്നില്ല, മഴ പെയ്യുന്നില്ല. മൂസാ നബി ദുആ ചെയ്തു, റബ്ബേ അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂലിനെ നിർത്തിയിട്ടവിടെന്ന് ചോദിക്കുകയാ, മഴയുടെ അടയാളം കാണുന്നില്ല. അതാ മുത്തി നബിയുടെ പേര് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ ആകാശ ലോകത്ത് നിന്ന് കടന്നു വരികയാണ് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. മൂസാ നബിയെ ദുആ ചെയ്യണ്ട, ദുആ സ്വീകരിക്കില്ലോ. ഇവിടെ കിടന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കില്ല. കാരണം എന്തേ? ജിബ്രീൽ മൂസാ നബിയെ അങ്ങയുടെ മുന്നിലിരിക്കുന്ന ഈ 10,000 വരുന്ന ജനങ്ങളുടെ നടുവില് ഒരു വൃത്തികെട്ടവനുണ്ട് നബിയേ. 40 വർഷമായിട്ട് അവൻ അല്ലാഹനെ മറന്ന് നടക്കുന്നവനാ. മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുകയാ, ഇരിക്കുന്ന ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ അല്ലാഹു തരില്ല നബിയേ. 40 കൊല്ലമായിട്ട് പടച്ചവനെ ധിക്കരിച്ച് നടക്കുന്നവനാ. അവനോട് എഴുന്നേറ്റ് പോകാൻ പറ. എഴുന്നേറ്റ് പോകാതെ അല്ലാഹു മഴ തരില്ല നബിയേ. അവന് പോയതിന് ശേഷം അല്ലാഹുവോട് ദുആ ചെയ്യൂ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയപ്പെട്ടവര് മൂസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തോട് തന്റെ മുന്നിലിരിക്കുന്നവരോട് വിളിച്ചു പറയുകയാ, ജനങ്ങള് നിങ്ങളുടെ ഇടയിൽ 40 കൊല്ലമായിട്ട് അല്ലാഹനെ ധിക്കരിച്ച് നടക്കുന്ന ഒരുത്തനിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണം, അവൻ എഴുന്നേറ്റ് പോകണം. അവൻ പോകാതെ മഴ പെയ്യില്ല. അല്ലാഹുവേ മൂസാ നബി അവിടെന്ന് വിളിച്ചു പറയുമ്പോ ജനങ്ങളെ മുഴുവനും പരസ്പരം നോക്കുകയാണ്. ആരാളല്ലാഹ് 40 വർഷമായിട്ട് പടച്ചവനെ ധിക്കരിച്ച് നടക്കുന്ന നന്ദി കെട്ടവനാരാ? ആ നന്ദിയില്ലാത്തവനാരാ? ആ വൃത്തികെട്ടവനാരാ? ജനങ്ങൾ മുഴുവനും ആരാണ് എഴുന്നേക്കുന്നതെന്ന് നോക്കി നിൽക്കുകയാ. അല്ലാഹുവേ ആ ജനങ്ങളുടെ നടുവില് ആ 40 വർഷമായി പാപം ചെയ്യുന്ന മനുഷ്യനും ഇരിപ്പുണ്ട്. അവന് ചിന്തിച്ചു, അല്ലാ ഈ പറയുന്നത് എന്നെ കുറിച്ചാണല്ലോ അല്ലാ, ഈ പറയുന്നത് എന്നെ കുറിച്ചാണല്ലോ അല്ലാ. ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ എന്നെ എല്ലാവരും കാണുമല്ലോ, എല്ലാവരും ഞാനാണെന്നറിയും
അറിയുമല്ലോ, ഞാൻ ഇവരുടെ മുന്നിൽ നാണം കെടുമല്ലോ. ആ മനുഷ്യനുണ്ടല്ലോ, അതാ സദസ്സിലിരുന്നു കൊണ്ട്, ആ സ്ഥലത്തിരുന്നു കൊണ്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, ഞാൻ ചെയ്തത് മുഴുവനും പാപമാണല്ലാ. ഈ 40 കൊല്ലവും ഞാൻ ചെയ്തത് പാപമല്ലോ. ഞാൻ സമ്മതിക്കുന്നു പടച്ചവര്, ഞാൻ സമ്മതിക്കുന്നു പടച്ചവര്. അല്ലാ, ഇനി മുതൽ ഞാൻ ചെയ്യില്ല റബ്ബേ, ഇനി മുതൽ ഞാൻ പാപം ചെയ്യൂല, ഇനി നിന്നെ മറന്നുകൊണ്ട് ജീവിക്കൂല. ഇന്ന് വരെയുള്ളത് നീ പുറത്തു തരണേ അല്ലാ, എന്നെ നീ നാണം കെടുത്തല്ലേ അല്ലാ. ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് പറയുകയാ, ഒരാളും കേട്ടില്ല, ഒരാളും അറിഞ്ഞില്ല. ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബിനോട് പറയുന്നു, അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, എന്നെ നാണം കെടുത്തല്ലേ അല്ലാ. എന്റെ തൗബ സ്വീകരിച്ചാൽ, എന്റെ പാപം നീ പൊറുത്താൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ. കേക്കടാ ചെറുപ്പക്കാരാ, കേൾക്കു പെങ്ങള്, 40 കൊല്ലം അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന മനുഷ്യനാണ് റബ്ബിനോട് തൗബ ചെയ്തിട്ട് പറയുകയാ, അല്ലാഹുവേ, എന്റെ പാപം പൊറുത്താൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാ മഴ തരണേ അല്ലാ. ഒറ്റ ദുആയ ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. മൂസാ നബി അത്ഭുതപ്പെടുകയാണ്, ആരും എഴുന്നേറ്റു പോയില്ലല്ലോ, ഞാൻ ദുആ ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനാണ് മഴ വന്നത്, പിന്നെ എങ്ങനാണ് മഴ പെയ്തത് നബിയേ? ആ 40 കൊല്ലം അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവന്റെ തൗബയുടെ ബർക്കത്താണ് നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, ഇനി ഒരു അവസരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ഖത്തമോദി വെച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സദസ്സിലെ മുത്തി നബിയുടെ റൗളയിലേക്ക് ഹദിയ ചെയ്തിട്ട് ദുആ ചെയ്യാ പോകുകയാ. ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ആരും അറിയാതെ നീ ഒറ്റയ്ക്ക് ബെഡ്റൂമിന്റെ അകത്തിരുന്ന് ചെയ്തത്, ബാത്റൂമിന്റെ അകത്തിരുന്ന് ചെയ്തത്, നീ പല സ്ഥലങ്ങളിലും ഇരുന്ന് പലതും ചെയ്തിട്ടുണ്ടല്ലോ. ആര് കണ്ടിട്ടില്ലെങ്കിലും അല്ലാഹു കണ്ടിട്ടുണ്ടല്ലോ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴീർ. അല്ലാഹയല്ലേടാ സാക്ഷി, അല്ലാഹുവല്ലേ സാക്ഷി. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും ഇന്ന് ദുആ ചെയ്യുമ്പോ പടച്ച റബ്ബിന്റെ മുന്നിൽ മനസ്സിലേക്ക് കടന്നു വരട്ടെ. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്ന വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരി ചെല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ.
അല്ലാഹുവോട് പറയടാ, അല്ലാ നീയല്ലാതെ ആരാ അല്ലാ, നിന്നെക്കാളും പൊറുക്കാൻ കഴിവുള്ള ഒരാളും ഈ പ്രപഞ്ചത്തിലില്ലല്ലോ അല്ലാ, എനിക്ക് പുറത്തുതാ അല്ലാ. റബ്ബിന്റെ മുന്നിൽ പറയണം, ചെയ്തത് മുഴുവനും പറയണം. പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജന സ്ഥലം മതി ഏറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊഴിയോ ഇതെവിടെയും നീ കരയണേ. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയത് മുഴുവനും ഏറ്റു പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യാ. അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ട് പിരിയാ. അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ട് പിരിയാ. നാളെ നേരം വെളുപ്പിക്കുമെന്ന് പറയാറ്. നാളെ ഈ സദസ്സിലിരിക്കുന്ന ഞാനോ നിങ്ങളോ എന്തിന് ഇന്ന് വീടെത്തുമോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്തവരാ. അല്ലാഹു നമുക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ.